അടുത്തത് തിക് പ്ലേറ്റ് തിയറി ആണ്. സോ ഈ തിക് പ്ലേറ്റ് തിയറി എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഓൾസോ കോൾഡ് എസ് റൈസ്നർ മിൻലൻ പ്ലേറ്റ് തിയറി. ചിലപ്പോൾ നിങ്ങളുടെ എക്സാമിന് തിക് പ്ലേറ്റ് തിയറി ഡയറക്റ്റ് ആയിട്ട് ചോദിക്കണമെന്നില്ല, റൈസ്നർ മിൻലൻ തിയറി എക്സ്പ്ലെയിൻ ചെയ്യാനായിരിക്കും, പ്ലേറ്റ് തിയറി എക്സ്പ്ലെയിൻ ചെയ്യാനായിരിക്കും ചോദിക്കുക. ഓക്കെ, അപ്പൊ ഇതിനു മുമ്പ് നമ്മൾ കിർക്കോഫ് പ്ലേറ്റ് തിയറി പഠിച്ചിട്ടുണ്ട്. അത് തിൻ പ്ലേറ്റ് എലമെന്റിന് വേണ്ടിയിട്ടാണ് പഠിച്ചു. അങ്ങനെയാണെങ്കിൽ ഈ ഒരു റൈസ്നർ മിൻലൻ പ്ലേറ്റ് തിയറി എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഫോർ തിക് പ്ലേറ്റ് ആണ്. തിക് പ്ലേറ്റിന് വേണ്ടിയിട്ടാണ് ഇത് അപ്ലൈ ചെയ്യുന്നത്. ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ കിർക്കോഫ്സ് തിയറിയിൽ ട്രാൻസ്വേഴ്സ് ആയിട്ടുള്ള ഷിയർ സ്ട്രെസ്, അതായത് ഇപ്പൊ നമ്മൾ കിർക്കോഫ്സ് തിയറി പഠിച്ചപ്പോൾ നമ്മൾ സിഗ്മ എക്സ് അതുപോലെ സിഗ്മ വൈ ടോ എക്സ് വൈ ഇതുവരെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. നമ്മൾ ടോ എക്സ് സെഡും അതുപോലെ ടോ വൈ സെഡും ഒക്കെ കംപ്ലീറ്റ്ലി ഡിലീറ്റ് ചെയ്യാണ് ചെയ്തത്, അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തിട്ടില്ല. അത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിക്നെസ് ഓഫ് ദ പ്ലേറ്റ് വളരെ കുറവാണ് ഇൻ കിർക്കോഫ്സ് പ്ലേറ്റ് തിയറി. വേറസ് ഇവിടെ റൈസ്നർ മിൻലൻ തിയറിയിൽ തിക്നെസ് ഓഫ് ദ പ്ലേറ്റ് എന്ന് പറയുന്നത് കൂടുതലായതുകൊണ്ട് തന്നെ നമുക്കത് ഇൻസിഗ്നിഫിക്കന്റ് ആണെന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഡെറിവേഷനിൽ ദർ വിൽ ബി ഇക്വേഷൻ ഫോർ ടോ എക്സ് സെഡ് ആൻഡ് ടോ വൈ സെഡ്. അതായത് ട്രാൻസ്വേഴ്സ് ആയിട്ടുള്ള ഷിയർ സ്ട്രെസ്സുകൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്, വെർട്ടിക്കൽ ആയിട്ടുള്ള ഷിയർ സ്ട്രെസ്സുകൾ കൺസിഡർ ചെയ്തിട്ടുണ്ട് ഇൻ തിക് പ്ലേറ്റ് തിയറി. നിങ്ങൾ നേരത്തെ തിൻ പ്ലേറ്റ് തിയറിയിൽ പഠിച്ചിരിക്കുന്ന ഈ ഒരു ഡയഗ്രാം നിങ്ങൾ ഇവിടെയും വരയ്ക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു ഡയഗ്രാം ഓക്കെ, പ്ലേറ്റിന്റെ തിക്നെസ് കാണിച്ചുകൊണ്ട് പിന്നെ എന്തൊക്കെയാണ് ബെൻഡിങ് സ്ട്രെസ്സുകൾ, എക്സ് ഡയറക്ഷനിലും വൈ ഡയറക്ഷനിലും ആക്ട് ചെയ്യുന്ന ബെൻഡിങ് സ്ട്രെസ്സസ് സിഗ്മ എക്സ് എക്സ് ആൻഡ് സിഗ്മ വൈ വൈ. പിന്നെ ഇതിനകത്ത് ആക്ട് ചെയ്യുന്ന ഷിയർ സ്ട്രെസ്, എക്സ് പ്ലെയിനിൽ വൈ ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന ടോ എക്സ് വൈ, വൈ പ്ലെയിനിൽ എക്സ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന ടോ വൈ എക്സ്, പിന്നെ എക്സ് പ്ലെയിനിൽ സെഡ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന ടോ എക്സ് സെഡ്, പിന്നെ വൈ പ്ലെയിനിൽ സെഡ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന ടോ വൈ സെഡ്. ഈ ഡയഗ്രാം വരച്ചിരിക്കണം നിങ്ങളുടെ തിക് പ്ലേറ്റ് തിയറിയും എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ. അതിവിടെ കാണിക്കുന്നില്ലെങ്കിൽ കൂടി നിങ്ങൾ അത് വരച്ചിരിക്കണം. ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ തിൻ പ്ലേറ്റ് തിയറി പറഞ്ഞപ്പോൾ നമ്മൾ അതിന്റെ ഡെറിവേഷനിൽ നിങ്ങൾ നോക്കിയാൽ കാണാം. ഡെറിവേഷനിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ സിഗ്മ എക്സ് എക്സിന് വേണ്ടിയിട്ട് ഇക്വേഷൻ, അതുപോലെ സിഗ്മ വൈ വൈന് വേണ്ടിയിട്ട് ഇക്വേഷൻ, പിന്നെ ടോ എക്സ് വൈന് വേണ്ടിയിട്ട് ഇക്വേഷൻ, ഇങ്ങനെയാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തത്. നോക്കി കണ്ടോ, സ്ട്രെയിൻ്റെ ഇക്വേഷൻ ഒക്കെ സ്ട്രെയിൻ എപ്സൈലൺ എക്സ് എപ്സൈലൺ വൈ ഗാമ എക്സ് വൈ, നമ്മൾ ഗാമ എക്സ് സെഡോ ഗാമ വൈ സെഡോ ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് എലിമിനേറ്റ് ചെയ്തു, കാരണം ഇത് തിൻ പ്ലേറ്റ് തിയറി ആയതുകൊണ്ട്. വേറെ തിക് പ്ലേറ്റ് തിയറിയിൽ വരുമ്പോൾ ഇതിനൊപ്പം തന്നെ ഗാമ എക്സ് സെഡും ഗാമ വൈ സെഡും കൺസിഡർ ചെയ്യേണ്ടി വരും. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഷിയർ സ്ട്രെയിൻസ് ഇമ്പോർട്ടന്റ് ആണ്. അതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡിഫറൻസ് ഫ്രം കിർക്കോഫ്സ് തിയറി ആൻഡ് തിക് പ്ലേറ്റ് തിയറി. ഓക്കെ, സ്മോൾ ഡിഫർമേഷൻസിനാണ് ആപ്ലിക്കബിൾ ആയിട്ട് വരിക കിർക്കോഫ്സ് തിയറി. പക്ഷെ ലാർജ് ഡിഫർമേഷൻസ് ആണെങ്കിൽ കിർക്കോഫ്സ് തിയറി അപ്ലിക്കബിൾ അല്ല, തിക് പ്ലേറ്റ് തിയറിയാണ് അവിടെ യൂസ് ചെയ്യേണ്ടത്. പിന്നെ തിക് പ്ലേറ്റ് തിയറിയുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അസംഷൻസ് എന്ന് പറയുന്നത്, ഒരു അസംഷൻ റിഫ്ലക്ഷൻസ് ഓഫ് ദ പ്ലേറ്റ് ആർ സ്മോൾ. ഓക്കെ, ഒരുപാട് വലുതല്ല, സ്മോൾ ആണ് തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്. പിന്നെ നോർമൽ ടു ദ പ്ലേറ്റ് മിഡ് സർഫസ് ബിഫോർ ഡിഫർമേഷൻ റിമെയിൻ സ്ട്രെയിറ്റ് ബട്ട് നോട്ട് നെസസറിലി നോർമൽ ടു ഇറ്റ് ആഫ്റ്റർ ഡിഫർമേഷൻ. അതിന് കാര്യം മനസ്സിലായോ? ഒരു ഷിയർ സ്ട്രെയിൻ ഉണ്ടാവുന്നത് കൊണ്ടാണ്. ഞാനൊന്ന് നിങ്ങൾക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കാം. അതായത് നിങ്ങൾ കണ്ടിട്ടുള്ള ഡയഗ്രാം തന്നെയാണ് ഈ ഒരു ഡയഗ്രാം. നമ്മൾ തിൻ പ്ലേറ്റ് തിയറി പറഞ്ഞപ്പോൾ നമ്മൾ ഈ ഒരു ഡയഗ്രാം എടുത്തു. കണ്ടോ, ഇതാണ് നിങ്ങളുടെ ന്യൂട്രൽ ആക്സിസ് എന്ന് പറയുന്നത്, ഇതാണ് പെർപെൻഡിക്കുലർ ഡ്രോൺ ടു ന്യൂട്രൽ ആക്സിസ് എന്ന് പറയുന്നത്. അപ്പോൾ തിൻ പ്ലേറ്റ് തിയറി ആയിരുന്ന സമയത്ത് ഈ പെർപെൻഡിക്കുലർ ദാറ്റ് ഇസ് ഡ്രോൺ ടു ദ ന്യൂട്രൽ ആക്സിസ് എന്ന് പറയുന്നത് ആഫ്റ്റർ ബെൻഡിങ്ങും പെർപെൻഡിക്കുലർ ആയിരിക്കും. ആഫ്റ്റർ ബെൻഡിങ്ങും പെർപെൻഡിക്കുലർ ആണ് അല്ലെങ്കിൽ നോർമൽ ആണ് ടു ദ ന്യൂട്രൽ ആക്സിസ് എന്നാണ് പറയുന്നത്. അതായത് ഇത് ഇങ്ങനെ വളയുന്നുണ്ടെങ്കിലും ഇതിന്റെ ന്യൂട്രൽ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരച്ചിരിക്കുന്ന ഈ ലൈൻ എപ്പോഴും പെർപെൻഡിക്കുലർ ആയിരിക്കും തിൻ പ്ലേറ്റ് തിയറിയിൽ. പക്ഷെ തിക് പ്ലേറ്റ് തിയറിയിൽ അങ്ങനെയല്ല, ഇത് പെർപെൻഡിക്കുലർ ആയിരിക്കില്ല, ഇതിനും ചെറിയൊരു ചെരിവ് സംഭവിക്കും എന്നാണ് പറയുന്നത്. ആ ചെരിവ് എന്തുകൊണ്ടാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്യൂ ടു ദ അഡീഷണൽ ഷിയർ സ്ട്രെയിൻ. ആ ഷിയർ സ്ട്രെയിൻ വരുന്നതുകൊണ്ടാണ്. അതായത് തിൻ പ്ലേറ്റ് തിയറിയിൽ നമ്മൾ ഷിയർ സ്ട്രെയിൻ നടക്കില്ല എന്ന് വിചാരിക്കുന്നു, അതുകൊണ്ടാണ് ഇത് പെർപെൻഡിക്കുലർ ആയിട്ട് ഇരിക്കുന്നത്. വേറെ തിക് പ്ലേറ്റ് തിയറിയിൽ ഇത് നടക്കും, ഷിയർ സ്ട്രെയിൻ ഉണ്ടാവും. ടൗ എക്സഡും ഗാമ എക്സഡും ഗാമ വൈസഡും ഉണ്ട്, അതുകൊണ്ട് തന്നെ ഇവിടെ റൊട്ടേഷൻ ഉണ്ടായിരിക്കും. ഫൈൻ, അതുകൊണ്ട് പെർപെൻഡിക്കുലർ ആയിരിക്കില്ല എന്നുള്ളതാണ് നമ്മുടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫൈൻഡിങ് ഫോർ തിക് പ്ലേറ്റ് തിയറി. അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് മറക്കരുത്, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്. പിന്നെ സ്ട്രെസ്സസ് നോർമൽ ടു ദ മിഡ് സർഫസ് ആർ നെഗ്ലിജിബിൾ. അതായത് സിഗ്മ ഇസഡ് എന്ന് പറയുന്നത് 0 ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, സിഗ്മ ഇസഡ് ഇസ് 0. പിന്നെ ഇവർ കാണിച്ചിരിക്കുന്ന ഈ ഒരു ഡയഗ്രാം, ഈ ഡയഗ്രാം വരച്ചിരിക്കണം. ദാറ്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടന്റ്. ഈ ഡയഗ്രത്തിൽ കാണിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതാണ് നിങ്ങളുടെ പ്ലേറ്റ് ബെൻഡ് ചെയ്യുന്നത്, ഓക്കെ, റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ബെൻഡ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ നോക്കിയാൽ കാണാം, അതായത് ഇതായിരുന്നു നിങ്ങളുടെ ഇനീഷ്യൽ പൊസിഷൻ, വെർട്ടിക്കൽ ലൈൻ എന്ന് പറയുന്നത്. ഇതായിരുന്നു നിങ്ങളുടെ ബെൻഡ് ചെയ്യുന്നതിന് മുമ്പുള്ള ഇനീഷ്യൽ പൊസിഷൻ. അത് ബെൻഡ് ചെയ്തതിന് ശേഷം അത് റൊട്ടേറ്റ് ചെയ്തത് ഈ ഒരു പൊസിഷനിലേക്ക്, ഈ ഒരു ഡാഷ് ലൈൻസിലേക്ക് എത്തിക്കഴിഞ്ഞു. ഓക്കെ, ആദ്യം ഇതായിരുന്നു പൊസിഷൻ, ഇത് നിങ്ങളുടെ ന്യൂട്രൽ ആക്സിസ്. ആദ്യം വെർട്ടിക്കൽ ആയിട്ടായിരുന്നു അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ആണ് ഈ ലൈൻ. ഓക്കെ, എന്നിട്ട് അത് ബെൻഡ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തു, അത് റൊട്ടേറ്റ് ചെയ്ത് ഏകദേശം ഇവിടെ എത്തി എന്ന് പറയാം. ഓക്കെ, ഇവിടെ നോക്കിയാൽ ഇൻക്ലൈൻഡ് പൊസിഷൻ ഓഫ് ദ വെർട്ടിക്കൽ, അതായത് റൊട്ടേറ്റ് ചെയ്തതിന് ശേഷമുള്ള ഇൻക്ലൈൻഡ് പൊസിഷൻ. ഈ ഇൻക്ലൈൻഡ് പൊസിഷൻ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് 2 കോൺട്രിബ്യൂഷൻസ് വരുന്നുണ്ട്. നിങ്ങൾ നോക്കിയേ, ഒന്ന് dw/dy എന്ന് പറയുന്നത്, അതായത് ഈ പ്ലേറ്റിന് ഓൾറെഡി ഒരു ചെരിവ് ഇസഡ് ആക്സിസിൽ ഉണ്ടെങ്കിൽ, അതായത് ഇതൊരു ചെരിഞ്ഞ പ്ലേറ്റ് ആണെങ്കിൽ ആ സ്ലോപ്പാണ് ഈ dw/dy എന്ന് പറയുന്നത്. ഓക്കെ, ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇതാണ് നിങ്ങളുടെ y ആക്സിസ്, അപ്പോൾ dw/dy ആണ് ഇവിടെ വരേണ്ടത്. ഓക്കെ, ഒപ്പം തന്നെ y ആക്സിസ് നമ്മൾ എടുക്കുന്നതുകൊണ്ട്
നമ്മൾ പറഞ്ഞു നമ്മുടെ തിൻ പ്ലേറ്റ് തിയറിയിൽ നമ്മൾ ഗാമ വൈ സെഡ് എലിമിനേറ്റ് ചെയ്യും, ഗാമ എക്സ് സെഡ് എലിമിനേറ്റ് ചെയ്യും. ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. സോ അഡീഷണൽ ആയിട്ട് ഒരു സ്ട്രെയിൻ കൂടെ വരുന്നുണ്ട്, ദാറ്റ് ഇസ് ഗാമ വൈ സെഡ്. അതായത് നമ്മുടെ തിൻ പ്ലേറ്റ് തിയറി ആണെന്നുണ്ടെങ്കിൽ ആകെ ഡി ഡബ്ല്യു ബൈ ഡി വൈ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ പ്രീവിയസ് ഡെറിവേഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആകെ ഡി ഡബ്ല്യു ബൈ ഡി വൈ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഡി ഡബ്ല്യു ബൈ ഡി വൈ ഒപ്പം തന്നെ ഒരു ഷിയർ സ്ട്രെയിൻ അതും ആക്ട് ചെയ്യുന്നുണ്ട്, ഗാമ വൈ സെഡ്. അതാണ് ടോട്ടൽ റൊട്ടേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെയോ, ഇവിടെ എക്സ് ആക്സിസ് ആണ്, അപ്പൊ ഇവിടെ ഡി ഡബ്ല്യു ബൈ ഡി എക്സ് ആണ്. ഇത് ആന്റി ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് മൈനസ് ഡയറക്ഷൻ ഇട്ടിരിക്കുന്നു എന്നേ ഉള്ളൂ. അതേപോലെ തന്നെ ഇവിടെ ഇതാണ് നിങ്ങളുടെ ഷിയർ സ്ട്രെയിൻ ഗാമ എക്സ് എന്ന് പറഞ്ഞത്. അപ്പൊ ടോട്ടൽ റൊട്ടേഷൻ എന്ന് പറയുന്നത് ഇത് രണ്ടിന്റെയും കോൺട്രിബ്യൂഷൻ ആണ്, ഡി ഡബ്ല്യു ബൈ ഡി എക്സും അതുപോലെ ഗാമ എക്സിന്റെയും കോൺട്രിബ്യൂഷൻ ആണ്. ഓക്കെ, സോ ഇതാണ് നിങ്ങളുടെ ഇനീഷ്യൽ പൊസിഷൻ ആ വെർട്ടിക്കലിന്റെ, അത് റൊട്ടേറ്റ് ചെയ്തതിനു ശേഷം ഇവിടെ എത്തി. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു ഡയഗ്രാം. ഇത് വരച്ചിരിക്കണം നിങ്ങളുടെ തിക് പ്ലേറ്റ് തിയറിയിൽ. ഇത് വരച്ചാൽ തന്നെ ഒരു പകുതി മാർക്കോളം നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഫൈൻ, അത് വരച്ച് കംപ്ലീറ്റ് ആക്കിയതിനു ശേഷം ഇതാണ് നെക്സ്റ്റ് നിങ്ങൾ എഴുതുന്നത്. നമ്മൾ ആദ്യം തന്നെ നമ്മൾ തിൻ പ്ലേറ്റ് തിയറിയിലും യൂസ് ചെയ്തതാണത്. അതായത് യു എന്ന് പറയുന്നത്, അതായത് ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റ്, എക്സ് ഡയറക്ഷനിലുള്ള ഡിസ്പ്ലേസ്മെന്റ് ഇസ് ഈക്വൽ ടു ഇസഡ് ഇൻടു തീറ്റ എക്സ് എന്നായിരുന്നു നമ്മൾ മറ്റേ തിയറിയിൽ, ഏത് തിൻ പ്ലേറ്റ് തിയറിയിൽ പറഞ്ഞിരുന്നത്. പക്ഷെ ഇവിടെ അത് ഡിഫറെന്റ് ആണ്. യു എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഈക്വൽ ടു ഇസഡ് ഇൻടു തീറ്റ വൈ ആണ്. ഓക്കെ, യു ഇസ് ഈക്വൽ ടു ഇസഡ് ഇൻടു തീറ്റ വൈ. പ്ലസ് വി എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഈക്വൽ ടു മൈനസ് ഇസഡ് ഇൻടു തീറ്റ എക്സ് എന്ന് നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, ഇതിപ്പോ മൈനസ് ഇട്ടില്ലെങ്കിൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല. ഇസഡ് ഇൻടു തീറ്റ വൈയും ഇസഡ് ഇൻടു തീറ്റ എക്സും ആണെന്നുള്ളത്. ഒരെണ്ണം ക്ലോക്ക് വൈസ് ആണെങ്കിൽ ഒരെണ്ണം ആന്റി ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ആയിരിക്കും എന്നുള്ള കൺസെപ്റ്റിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി തീറ്റ എക്സ് തീറ്റ വൈ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർ ദ റൊട്ടേഷൻ ഓഫ് ദ ലൈൻ നോർമൽ ടു ദ ന്യൂട്രൽ ആക്സിസ്. ഓക്കെ, ന്യൂട്രൽ ആക്സിസിന് നോർമൽ അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ലൈൻ ഉണ്ടെങ്കിൽ ആ ലൈനിന്റെ റൊട്ടേഷൻ ആണ് ഈ തീറ്റ എക്സും തീറ്റ വൈയും എന്ന് പറയുന്നത്. അപ്പൊ ഈ തീറ്റ എക്സും തീറ്റ വൈ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതാം ഇറ്റ് ഇസ് ഈക്വൽ ടു ഡി ഡബ്ല്യു ബൈ ഡി വൈ പ്ലസ്, അതായത് തീറ്റ എക്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡി ഡബ്ല്യു ബൈ ഡി വൈ പ്ലസ് ഗാമ വൈ സെഡ് ആണ്. അതേപോലെ തീറ്റ വൈ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡി ഡബ്ല്യു ബൈ ഡി എക്സ് പ്ലസ് ഗാമ എക്സ് സെഡ് ആണ്. അത് വേണമെങ്കിൽ ഈ ഫിഗറിലുള്ളത് നിങ്ങൾക്ക് ഇവിടെ എടുത്ത് എഴുതാം കേട്ടോ. ഈ ഒരു ഇവിടെ ഒരു അടുത്ത സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നിങ്ങൾക്ക് എടുത്ത് എഴുതാം. ഓക്കെ, ഇനി കർവേച്ചർ എന്ന് പറഞ്ഞാൽ ഈ ബീം ബെൻഡ് ചെയ്യുന്ന ആ ഒരു വളവ്, ആ കർവേച്ചർ എത്രയായിരിക്കും എന്ന് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണത്. അതായത് സൈ എക്സ് എന്ന് പറയുന്നതാണ് നിങ്ങളുടെ കർവേച്ചർ. സൈ എക്സ് ഇസ് ഈക്വൽ ടു ഡോ തീറ്റ വൈ ഡിവൈഡഡ് ബൈ ഡി എക്സും ഡോ തീറ്റ വൈ ഡിവൈഡ് ബൈ ഡി എക്സ് ആണ് കർവേച്ചർ അലോങ് എക്സ് ഡയറക്ഷൻ. കർവേച്ചർ അലോങ് വൈ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് ഡോ തീറ്റ എക്സ് ഡിവൈഡഡ് ബൈ ഡോ തീറ്റ വൈ ആണ്, സോറി ഡോ വൈ ആണ്. ഓക്കെ, എക്സ് ആണെങ്കിൽ എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക, വൈ ആണെങ്കിൽ വൈ കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന ടേം എടുക്കുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത്. സൈ എക്സ്, അതായത് കർവേച്ചർ അലോങ് എക്സ് ആക്സിസ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ തീറ്റ വൈ എടുക്കണം, കർവേച്ചർ അലോങ് വൈ ആക്സിസ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ തീറ്റ എക്സ് എടുക്കണം. ഓക്കെ, അതേപോലെ ഗാമ എക്സ് വൈ എന്താണ്, സോറി ഗാമ അല്ല, സൈ എക്സ് വൈ എന്താണ്, കർവേച്ചർ അലോങ് എക്സ് വൈ ട്വിസ്റ്റ് കണ്ടുപിടിക്കാനാണ്. ഓക്കെ, ട്വിസ്റ്റ് കണ്ടുപിടിക്കാനായിട്ട്, അതായത് ഇതിങ്ങനെ രണ്ട് ഡയറക്ഷനിലും ബെൻഡ് ചെയ്യുമ്പോൾ ഇതിലൊരു ട്വിസ്റ്റ് ഉണ്ടാവും. ആ ട്വിസ്റ്റ് കണ്ടുപിടിക്കാനായിട്ട് ഉള്ള ഇക്വേഷൻ ആണ് ഡോ തീറ്റ വൈ ഡിവൈഡ് ബൈ ഡോ വൈ മൈനസ് ഡോ തീറ്റ എക്സ് ഡിവൈഡ് ബൈ ഡോ എക്സ്. അപ്പൊ ഇത്രയും കർവേച്ചറിന്റെ ഇക്വേഷൻ കൂടെ നിങ്ങൾ എഴുതണം. യുവിന്റെ ഇക്വേഷൻ എഴുതാം, വിന്റെ ഇക്വേഷൻ എഴുതാം, പിന്നെ വേണമെങ്കിൽ ഈ തീറ്റ വൈ എന്താണ് തീറ്റ എക്സ് എന്താണെന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതാം. പിന്നെ ഈ കർവേച്ചേഴ്സിന്റെ ഈ രണ്ട് എക്സ്പ്രഷൻസും നിങ്ങൾ എഴുതാം. എന്താണ് സൈ എക്സ്, എന്താണ് സൈ വൈ, എന്താണ് സൈ എക്സ് വൈ. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നത്, ഇതിനകത്ത് അത് മെൻഷൻ ചെയ്തിട്ടില്ല, ഇതിനകത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് അഡീഷണൽ ആയിട്ട് നിങ്ങൾ എഴുതുന്ന സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്സൈലൺ എക്സ് അതിന്റെ ഇക്വേഷൻ എഴുതാം. എപ്സൈലൺ എക്സിന്റെ ഇക്വേഷൻ എന്തായിരുന്നു, ഡോ യു ബൈ ഡോ എക്സ് അല്ലെ. ഇവിടെ യു എന്താണെന്ന് എഴുതിയിട്ടുണ്ട്. സോ ഡോ യു ബൈ ഡോ എക്സ് ഇസ് ഈക്വൽ ടു ഇസഡ് ഇൻടു ഡോ തീറ്റ വൈ ഡിവൈഡഡ് ബൈ ഡോ എക്സ്, അങ്ങനെ നിങ്ങൾക്ക് എഴുതാം. അതുപോലെ എപ്സൈലൺ വൈ എന്താ, ഡോ വി ബൈ ഡോ വൈ. അപ്പൊ ഡോ വി ബൈ ഡോ വൈ എന്നുള്ളതിന് പകരം ഇതിനെ നിങ്ങൾക്ക് വൈ കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. പിന്നെ എന്താ ഉള്ളത്, ഗാമ എക്സ് വൈ. ഗാമ എക്സ് വൈ എന്താ, ഡോ യു ബൈ ഡോ വൈ പ്ലസ് ഡോ വി ബൈ ഡോ എക്സ്. അതായത് ഈ യുവിനെ വൈ കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക, എന്നിട്ട് ഈ വിനെ എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഓക്കെ, ഇത്രയും ഇക്വേഷൻസ് നിങ്ങൾക്ക് എഴുതിക്കാം. അപ്പൊ നിങ്ങൾക്ക് എപ്സൈലൺ എക്സിന്റെ ഇക്വേഷൻ ആയി, എപ്സൈലൺ വൈന്റെ ഇക്വേഷൻ ആയി, ഗാമ എക്സ് വൈയുടെ ഇക്വേഷൻ ആയി. ഓക്കെ, ഈ മൂന്ന് ഇക്വേഷൻസും അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് എടുത്തെഴുതാം ഇവിടെ. ഓക്കെ, പിന്നെ ഇത് നിങ്ങൾ സാധാരണ പോലെ തന്നെ നമ്മൾ പഠിക്കുന്ന ഇക്വേഷൻ ആണ്, അത് അങ്ങനെ ബൈ ഹാർട്ട് ചെയ്ത് വെച്ചേക്കാം. കാരണം റിലേഷൻ ഇത്രയേ ഉള്ളൂ, മൊമെന്റ്, അതായത് ഇത് റൊട്ടേഷൻ ആണല്ലോ, കർവേച്ചർ. ഈ സംഭവം എന്ന് പറയുന്നത് ഇറ്റ് ഇസ് നത്തിങ് ബട്ട് ദ കർവേച്ചർ ഓഫ് ദ ബീം ആണ്, അലോങ് എക്സ് ആക്സിസ്, അലോങ് വൈ ആക്സിസ്, അലോങ് സെഡ്, അലോങ് എക്സ് വൈ ആക്സിസ്. ഓക്കെ, അപ്പോൾ ഈ കർവേച്ചർ ഉണ്ടാവാനുള്ള കാരണം എന്താ, അതിനകത്തൊരു മൊമെന്റ് ഉണ്ട്. സോ മൊമെന്റ് ഇസ് റെസ്പോൺസിബിൾ ഫോർ കർവേച്ചർ, അല്ലെങ്കിൽ കർവേച്ചർ ഉണ്ടാവുന്നത് മൊമെന്റും ഉണ്ടാവും. അപ്പൊ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് മൊമെന്റും കർവേച്ചറും റിലേറ്റ് ചെയ്യുന്ന രീതിയിൽ ഇക്വേഷൻ എഴുതാം. എം എക്സ് എം വൈ എം എക്സ് വൈ ഇസ് ഈക്വൽ ടു, ഈ ഒരു മെട്രിക്സ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ഇത് നിങ്ങളുടെ പ്ലെയിൻ സ്ട്രെസ് തിയറിയുടെ ഇക്വേഷൻ ആണ്. ഓക്കെ, ദാറ്റ് ഇൻടു സൈ എക്സ് സൈ വൈ സൈ എക്സ് വൈ എന്ന് എഴുതാം. അപ്പം എം ഇസ് ഈക്വൽ ടു ഡി ഇൻടു സൈ എന്ന് പറയുന്ന റിലേഷൻ നമുക്ക് കിട്ടും. ഈ ഒരു മെട്രിക്സ് ഫോമിൽ ഇങ്ങനെ ചുരുക്കി എഴുതാം. പിന്നെ നമുക്ക് ഗാമ എക്സ് സെഡിനും ഗാമ വൈ സെഡിനും ഇക്വേഷൻ എഴുതാം. ഇറ്റ് ഇസ് ഈക്വൽ ടു തീറ്റ വൈ പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ്. അതേപോലെ ഗാമ വൈ സെഡ് ഇസ് ഈക്വൽ ടു തീറ്റ എക്സ് പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ വൈ. ആ ഡയഗ്രം നോക്കിയിട്ട് നിങ്ങൾക്ക് ഇക്വേഷൻ എഴുതാം. ഓക്കെ, അതിനുശേഷം നെക്സ്റ്റ്, അപ്പൊ ഇത് എഴുതണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ തിൻ പ്ലേറ്റ് തിയറിയിൽ എലിമിനേറ്റ് ചെയ്ത സ്ട്രെയിനുകളാണ്.
അപ്പൊ ആ സ്ട്രെയിനുകൾ തിക് പ്ലേറ്റ് തിയറിയിൽ കൺസിഡർ ചെയ്യുന്നുണ്ട്, അതിന്റെ ഇക്വേഷൻ ഇതാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എഴുതണം. അത് എഴുതിയതിനു ശേഷം ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്യാം. ഷിയർ സ്ട്രെയിൻ എനർജി ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ്, ഇത് വേണമെങ്കിൽ എഴുതണം നിർബന്ധമില്ല. ഓക്കെ, അതിനുശേഷം നെക്സ്റ്റ് എഴുതേണ്ടത് നിങ്ങളുടെ ഇക്വേഷൻ ഫോർ ടോ എക്സ് സെറ്റും ടോ വൈ സെറ്റും, അതായത് ഗാമ എക്സ് സെറ്റും ഗാമ വൈ സെറ്റും അറിയാമെങ്കിൽ അത് വെച്ചുകൊണ്ട് യു ഷുഡ് ബി ഏബിൾ ടു കാൽക്കുലേറ്റ് ടോ എക്സ് വൈ ആൻഡ് ടോ വൈ സെറ്റ്. ആ റിലേഷൻ ആണ് ഇ ഡിവൈഡഡ് ബൈ 2 into 1 plus ന്യൂ into 1001 ഗാമ എക്സ് സെറ്റ് ഗാമ വൈ സെറ്റ്. ഓക്കെ, ഒന്നുമില്ല, ജസ്റ്റ് ഈ ഒരു ഫാക്ടർ കൊണ്ട്, ഈ ജി എന്ന് പറയുന്ന ഈ ഫാക്ടർ കൊണ്ട് സ്ട്രെയിനെ മൾട്ടിപ്ലൈ ചെയ്യും. നമുക്കറിയാവുന്നതാണ് സ്ട്രെസ് ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഇൻടു സ്ട്രെയിൻ. ഇവിടെ ഷിയർ മോഡുലസ് ആണ് നമ്മൾ എടുക്കേണ്ടത്, കാരണം ഷിയർ സ്ട്രെയിൻ ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ, ഷിയർ സ്ട്രെസ് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. സോ ടോ എക്സ് എന്ന് പറയുന്നത് ഷിയർ സ്ട്രെസ് ആണ്. ആ ഷിയർ സ്ട്രെസ് ഇസ് ഈക്വൽ ടു ഷിയർ മോഡുലസ് ഇൻടു ഷിയർ സ്ട്രെയിൻ. ആ ഒരു ഫോർമാറ്റിലാണ് ഈ എഴുതി വെച്ചിരിക്കുന്നത്. നിങ്ങൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ അതേ തന്നെ കിട്ടും. ടോ എക്സ് ഇസ് ഈക്വൽ ടു ഷിയർ മോഡുലസ് ഇൻടു ഗാമ എക്സ് സെറ്റ്. അതുപോലെ ടോ വൈ സെറ്റ് ഇസ് ഈക്വൽ ടു ഷിയർ മോഡുലസ് ഇൻടു ഗാമ വൈ സെറ്റ് എന്ന് കിട്ടും. അതിനെ സ്ട്രെസ് ഒരു മെട്രിക്സ് ഫോമിൽ എഴുതിയേക്കും. ഫൈൻ. ഇനി അങ്ങനെയാണെങ്കിൽ നമുക്ക് റിസൾട്ടന്റ് ഷിയർ സ്ട്രെസ്സിന് ഉള്ള ഇക്വേഷൻ ഇതാണ്. റിസൾട്ടന്റ് ഷിയർ സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എത്രയുള്ളൂ, ഇതിനകത്ത് എന്തെങ്കിലും വാർപ്പിംഗ് വരാൻ സാധ്യതയുണ്ടെങ്കിൽ, അതായത് വാർപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വളയ, അതായത് നമ്മളിങ്ങനെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതിങ്ങനെ ചുരുങ്ങി പോവുക, വളഞ്ഞു പോവുക, അപ്പൊ അതിനെ റെസിസ്റ്റ് ചെയ്യാനായിട്ട് എന്തെങ്കിലും അഡീഷണൽ ഫീച്ചേഴ്സ് നമ്മുടെ സ്ട്രക്ചറിൽ കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, അങ്ങനെ ഉണ്ടെങ്കിൽ ഇത് അധികം ബെൻഡ് ചെയ്യില്ല. ഓക്കെ, അപ്പൊ അതും കൂടെ നമ്മൾ കൺസിഡർ ചെയ്ത് ഇക്വേഷൻ ഒന്ന് മോഡിഫൈ ചെയ്യണം. അതായത് നമ്മൾ നോക്കി, ആൽഫ എന്ന് പറയുന്ന ഒരു പാരാമീറ്റർ ഇവിടെ വന്നേക്കുന്നത് കാണാം, ടി എന്ന് പറയുന്ന ഒരു പാരാമീറ്റർ തിക്നെസ് വന്നേക്കുന്നത് കാണാം. ഓക്കെ, ടി എന്ന് പറയുന്നത് തിക്നെസ്, ആൽഫ എന്ന് പറയുന്നത് അതിന്റെ വാർപ്പിംഗ് കോഎഫിഷ്യന്റ് ആണ്. അപ്പോ ആ വാർപ്പിംഗ് കോഎഫിഷ്യന്റ് വെച്ചിട്ട് നമ്മൾ പറയുകയാണ് ചെയ്യുന്നത്. അതായത് ഇതിന് അവർ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. യു കെൻ സി ആൽഫ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ന്യൂമറിക്കൽ കോറിലേഷൻ ഫാക്ടർ, കറക്ഷൻ ഫാക്ടർ ആണ് ടു ക്യാരക്ടറൈസ് ദ റെസ്ട്രെയിന്റ് ഓഫ് ക്രോസ് സെക്ഷൻ അഗൈൻസ്റ്റ് വാർപ്പിംഗ്. അതായത് വാർപ്പിംഗ് റെസ്ട്രെയിൻ ചെയ്യാനായിട്ട് നിങ്ങളുടെ മെറ്റീരിയലിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സ്ട്രക്ചറിൽ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ദർ വിൽ ബി എ വാർപ്പിംഗ് കോഎഫിഷ്യന്റ്. ആ വാർപ്പിംഗ് കോഎഫിഷ്യന്റ് കൺസിഡർ ചെയ്യണം. ഇപ്പൊ വാർപ്പിംഗ് കോഎഫിഷ്യന്റ് കൺസിഡർ ചെയ്യേണ്ട, ഫ്രീ ആണ് റൊട്ടേറ്റ് ചെയ്യാൻ എന്നുണ്ടെങ്കിൽ യു ക്യാൻ ടേക്ക് ദിസ് വാല്യൂ ആസ് 1. അഥവാ എന്തെങ്കിലും റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ അപ്പൊ ആൽഫയുടെ വാല്യൂ നമ്മൾ കൺസിഡർ ചെയ്തേ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ആൽഫ ഇട്ട് അതിനെ മോഡിഫൈ ചെയ്തിരിക്കുന്നത്. ഈ ഇക്വേഷൻ തന്നെ ഈ ഇക്വേഷൻ, ജസ്റ്റ് ഒരു മോഡിഫിക്കേഷൻ. ഓക്കെ, സോ റിസൾട്ടന്റ് ഷിയർ സ്ട്രെസ് ഇസ് ഗിവൻ ബൈ Qx Qy is equal to ഈ വാർപ്പിംഗ് കോഎഫിഷ്യന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ഉള്ള ഇക്വേഷൻ ആയിട്ട് റീറൈറ്റ് ചെയ്യും. ഓക്കെ, ഇനി നമ്മൾ ചെയ്യുന്നത് ഇതിനൊരൊറ്റ മെട്രിക്സ് ആയിട്ട് എഴുതാണ്. അതായത് എം എക്സ് എം വൈ ഓൾറെഡി ഒരു ഇക്വേഷൻ നമ്മൾ എഴുതിയിട്ടുണ്ട് ഇൻ ടേംസ് ഓഫ് സൈ എക്സ് സൈ വൈ ആൻഡ് സൈ എക്സ് വൈ. നോക്കി നിങ്ങൾ ഇവിടെ എം എക്സ് എം വൈ is equal to സൈ എക്സ് സൈ വൈ ടേംസിൽ ഈ മെട്രിക്സ് എഴുതിയിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് പുതിയൊരു മെട്രിക്സ് കിട്ടിയിട്ടുണ്ട്, Qx Qy ഷിയർ സ്ട്രെസ് രണ്ടെണ്ണം അലോങ് എക്സ് പ്ലെയിനിൽ സെഡ് ഡയറക്ഷൻ, വൈ പ്ലെയിനിൽ സെഡ് ഡയറക്ഷൻ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇങ്ങനെ ഒരു മെട്രിക്സ് ആണ് നമുക്ക് കിട്ടിയിട്ട്. അപ്പൊ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത ഒരു മെട്രിക്സ് ആയിട്ട് എഴുതിയേക്കാം. ദിസ് ഇസ് വാട്ട് എം എക്സ് എം വൈ Qx Qy. ഓക്കെ, ഇവിടെ റൊട്ടേഷൻ അലോങ് എക്സ്, റൊട്ടേഷൻ അലോങ് വൈ ആൻഡ് ട്വിസ്റ്റ് അലോങ് എക്സ് വൈ. പിന്നെ വരുന്നത് എക്സിൽ നിന്ന് സെഡ് ഡയറക്ഷൻ, വൈയിൽ നിന്ന് സെഡ് ഡയറക്ഷൻ. രണ്ട് ഷിയർ സ്ട്രെയിൻസും അഡീഷണൽ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഫൈൻ. അപ്പൊ ഇതോട് ഇത്രയും എഴുതിയതിനു ശേഷം യു ക്യാൻ സ്റ്റോപ്പ്. ഇതാണ് നിങ്ങളുടെ തിക് പ്ലേറ്റ് തിയറി എന്ന് പറഞ്ഞ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം.